പ്രകൃതിയുടെ പശ്ചിമ, തെളിഞ്ഞ വെള്ളച്ചാട്ടം, പക്ഷികളുടെ ശബ്ദങ്ങൾ, വളരെ സന്തോഷം നിറഞ്ഞ ജനങ്ങളുടെ ഗ്രാമമാണ് ഗ്രേഷ്പൂർ. ഗ്രാമത്തിന്റെ തലവനാണ് സമ്പത്ത് റാം. സമ്പത്ത് റാം വളരെ നല്ലവനും സത്യസന്ധനും നല്ല ഗുണശീലനുമാണ്. ഗ്രാമത്തിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആലമരത്തിന്റെ അടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ ഗ്രാമത്തിന് കിട്ടിയ ഒരു വലിയ സമ്മാനത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ വർഷവും കിട്ടണ പോലെ ഈ വർഷവും നമ്മുടെ ഗ്രാമത്തിന് നല്ല ഗ്രാമം എന്ന പേര് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ അവാർഡ് നമുക്ക് പറയാൻ വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഗ്രാമം വളർച്ച മാത്രമല്ലാതെ വളരെ സമാധാനവും ഉണ്ട് എന്ന് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ ഒരു കാര്യം പറയുന്നു. നിങ്ങളെ എല്ലാവരും ഇതുപോലെ തന്നെ എപ്പോഴും ഒന്നുകൂടി ജീവിക്കണം. പക്ഷേ സമ്പത്ത് രാമ ചേട്ടാ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഓരോരു കൊല്ലം പോലും ഈ വർഷം നമ്മുടെ ഗ്രാമത്തിന് നല്ലപോലെ തണുപ്പ് കാലം വരും. അതിനെന്താ ചെയ്യാൻ പോകുന്നേ? ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ? കൊല്ലം കൊല്ലം തണുപ്പ് വരുന്നുണ്ട്. എല്ലാ കൊല്ലം പോലെയും ഈ കൊല്ലം എല്ലാവർക്കും കമ്പിളി തരാം. അതുപയോഗിച്ച് ജനങ്ങളെ തണുപ്പിലിരുന്ന് രക്ഷിപ്പിക്കാം. ഇവനാണ് സൂരജ്, സമ്പത്ത് റാമിന്റെ ഒരേ ഒരു മകൻ. തന്റെ അച്ഛനെ പോലെ നല്ല ഗുണശീലനും സത്യസന്ധനുമാണ്. ഇവനും ഓരോ നിമിഷവും തന്റെ ഗ്രാമത്തിന്റെ നല്ലതിനെ കുറിച്ച് ഓർക്കും. ഞാൻ കേട്ടറിഞ്ഞത് എന്തെന്ന് വെച്ചാ പോയ കൊല്ലം കാട്ടിലും ഈ കൊല്ലം തണുപ്പ് ഇത്തിരി കൂടുതലായിരിക്കുമെന്നാണ്. നിങ്ങൾ ഒന്നിനും വിഷമിക്കണ്ട, ഇതിനുള്ള പരിഹാരം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. രാംദാസ് പറഞ്ഞത് നേരായി മാറിയിരിക്കുന്നു. ഇത്തവണ ഗ്രാമത്തിൽ നല്ല മഞ്ഞുകാലം വന്നു. സമ്പത്ത് രാമും സൂരജും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കമ്പിളി നൽകി. അവർ എത്രത്തോളം കമ്പിളി നൽകിയോ അത് ജനങ്ങൾക്ക് തികഞ്ഞില്ല. ഷടാ, ഇത്തവണ തണുപ്പ് ഇത്തിരി കൂടുതലാണല്ലോ. 2-3 കമ്പിളി ഇരുന്നിട്ട് പോലും പറ്റുന്നില്ല. അതെ, ഇത്തവണ സമ്പത്ത് രാം ഗ്രാമത്തിലേക്ക് ഒരുപാട് കമ്പിളി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മതിയായില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഈ തണുപ്പത്ത് പുറത്തെങ്ങനെയാ പോവാ? ഇതുപോലെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മളെല്ലാവരും വിശപ്പോടെ ഇരുന്ന് മരിച്ചു പോവും. എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാ എന്താ ചെയ്യാ? ഇപ്പൊ എന്താ ചെയ്യാ? അവസാനം ആ ഗൺഷൂട്ടിലാൽ കടയ്ക്കന്നെ പോകണം തോന്നുന്നല്ലോ. പക്ഷെ ആ മനുഷ്യൻ ഒരുപാട് പൈസ വെച്ചല്ലേ വെക്കുന്നത്. എന്താ ചെയ്യാ? വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയേ. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാം ചേർന്ന് ധൻസിക്ലാലിന്റെ കടയിലേക്ക് ചെന്നു. അദ്ദേഹം ഒരു കമ്പിളി കട വെച്ചിരുന്നു. ഇവിടെ നോക്ക്, ഈ കമ്പിളിന്റെ വില 5000 രൂപയാണ്. ഇതിന്റെ ക്വാളിറ്റി നോക്കൂ, വളരെ അത്ഭുതമാണ്. ഇത് മേടിക്കണമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ സ്ഥലം കാലിയാക്കൂ. നിങ്ങളുടെ തലവർ കൊടുത്ത കമ്പിളി പോലെ അല്ല അത്. ബെഡ്ഷീറ്റിനും കമ്പിളിക്കും നല്ല വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തയ്ക്കും നിങ്ങളുടെ ചിന്തയ്ക്കും നല്ല വ്യത്യാസമുണ്ട്. അദ്ദേഹം തന്ന കമ്പിളി നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ കമ്പിളിനെ 5000 രൂപയ്ക്കല്ലേ വിൽക്കുന്നത്. അതിന്റെ വില 2000 രൂപന്റെ കൂടുതൽ ഒന്നുമല്ല. ഗ്രാമത്തില് ഇത്ര തണുപ്പിരിക്കുന്നു, നിങ്ങൾ എന്താ ലാഭത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? പാവപ്പെട്ടവര് ഇത് മേടിക്കാൻ സാധിക്കില്ല. പക്ഷെ പൈസ ഉള്ളവൻ പോലും ഇത് വാങ്ങിക്കാൻ ഇത്ര പ്രയാസിക്കും. നിങ്ങൾ ഈ ഗ്രാമത്തിൽ ചേർന്ന ആളല്ലേ, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ വിഷമൊന്നുമില്ലേ? ഞാനും ഈ ഗ്രാമത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. അതിനാണ് ഇതിന്റെ വില കുറവായിട്ട് ഞാൻ പറഞ്ഞത്. പറ്റുവാണെങ്കിൽ നഗരത്തിലേക്ക് ചെല്ല്, അപ്പോഴാണ് ഇതിന്റെ വില എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഇതുപോലത്തെ കമ്പിളി 7000-8000 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഗ്രാമത്തിനെ കുറിച്ചുള്ള ചിന്ത സമ്പത്ത് രാമിനും സൂരജിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും വീട്ടിൽ വളരെ സങ്കടത്തോടെ ഇരുന്നു. അച്ഛാ, ഈ ഗ്രാമത്തിൽ അടിക്കണ തണുപ്പ് എല്ലാവരുടെ ജീവൻ എടുക്കുന്ന തോന്നുന്നത്. ആ, ഞാനും കേട്ടു. നമ്മുടെ ഗ്രാമത്തിലിരുന്ന മംഗളുന്റെ അച്ഛൻ ഇന്നലെ തണുപ്പ് കാരണം മരിച്ചു എന്നാണ്. ഇതേ അവസ്ഥ തുടർന്നു പോയാലേ നമ്മുടെ ഗ്രാമത്തിൽ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാവില്ല. ധൻസുക്ലാൽ അദ്ദേഹത്തിന്റെ ലാഭത്തിനെ കുറിച്ച് മാത്രം ആലോചിക്കാതെ ഈ ഗ്രാമത്തിൽ ജനങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും. അദ്ദേഹത്തിന്റെ കമ്പിളിക്ക് ഇത്ര വില പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാ മേടിക്കുക? ഞാൻ ഉടൻ തന്നെ ചെന്ന് ധൻസുലാൽ സംസാരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. സമ്പത്ത് രാം ധൻസുക്ലാലിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മറുപടിയാണ് കിട്ടിയത്. ധൻസുക്ലാലിൽ നിന്നും എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെ. ധൻസുക്ലാൽ, ഞാൻ പറഞ്ഞത് ഒന്ന് കേക്ക്. നീ ഗ്രാമത്തിനെ കുറിച്ച് ആലോചിക്ക്. നീ 500 രൂപയ്ക്ക് കൊടുത്താൽ പോലും ഇവിടത്തെ ജനങ്ങൾ അത് മേടിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ 5000 രൂപ കൊടുത്ത് എങ്ങനെയാ കമ്പിളി മേടിക്കുക? അങ്ങനെയാണെങ്കിൽ കമ്പിളിനെ കുറഞ്ഞ വിലക്ക് വിൽക്കണമെന്നാണോ പറയുന്നേ? എന്നെ കൊണ്ട് ഈ സീസണിലെല്ലാം സമ്പാദിക്കാൻ പറ്റുക. ഇപ്പൊ സമ്പാദിച്ചില്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് പൈസ ഉണ്ടാക്കുക? ഞാൻ കമ്പിളിനെ കുറഞ്ഞ പൈസക്കൊന്നും വിൽക്കില്ല. ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു. സമ്പത്ത് രാമും സൂരജും അവരുടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ആലോചിച്ചു കൊണ്ടിരുന്നു ഈ കഷ്ടത്തിൽ നിന്നും ഗ്രാമത്തിലെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്ന്. സമ്പത്ത് രാം നല്ല വിഷമത്തോടെ എന്തു പറഞ്ഞെന്നാൽ, ഇനി ഗ്രാമത്തിലേക്ക് എന്തൊക്കെയാ പ്രശ്നം വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അച്ഛൻ, നിങ്ങൾ വിഷമിക്കണ്ട. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നേ.
ഞാൻ എപ്പോഴാണോ ഇവിടെ തലവരായത് അന്ന് തൊട്ട് ഈ ഗ്രാമത്തിനെ കുഞ്ഞുവാവിനെ പോലെ നോക്കുന്നത്. എത്രയോ പ്രശ്നങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ട്, പക്ഷെ ഈ പ്രശ്നത്തിലുള്ള പരിഹാരം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എന്താ ചെയ്യുന്നു ഒന്നും മനസ്സിലാവുന്നില്ല. അവന്റെ അച്ഛന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സൂരജിനും നല്ല വിഷമമുണ്ടായി. പറയണമെങ്കിൽ അവന്റെ അച്ഛൻ എന്ന് ആ ഗ്രാമത്തിന്റെ തലവനായോ തന്റെ ഗ്രാമത്തിനെ തന്റെ കുഞ്ഞിനെ പോലെയാണ് നോക്കി വന്നത്. തന്റെ കുടുംബത്തെക്കാളും കൂടുതൽ അദ്ദേഹം തന്റെ ഗ്രാമത്തിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഈ കടുത്ത തണുപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. സൂരജും തന്റെ അച്ഛനെ പോലെ തന്നെ തന്റെ ഗ്രാമത്തിനെ ഒരുപാട് സ്നേഹിച്ചു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൻ നന്നായി കുടുങ്ങിപ്പോയി. അവന് നേരെ ശ്വാസം പോലും വിടാനായില്ല. അതുകൊണ്ട് അല്പദൂരം നടക്കാൻ വേണ്ടി അവൻ നദിക്കരയിലേക്ക് ചെന്നു. അയ്യോ ഏട്ടാ, ഇങ്ങോട്ട് നോക്കിയേ, ഞങ്ങളുടെ ബോൾ ആ കുഴിക്കകത്തേക്ക് പോയി. പ്ലീസ് അതിനകത്തുള്ള ബോളെ ഞങ്ങൾക്കൊന്ന് എടുത്തു തരുമോ ഏട്ടാ? നിന്റെ പന്ത് എവിടെയാ പോയത് മോനെ? നോക്കിയേ, അതോ ആ കുഴിക്കകത്തേക്ക് വീണുപോയി. നിങ്ങൾക്ക് കളിക്കാൻ ഈ സ്ഥലം തന്നെയാണോ കിട്ടിയത്? നിങ്ങൾക്ക് നല്ല ഗ്രൗണ്ടിൽ ചെന്ന് കളിച്ചാ പോരെ? ഇവിടെ നല്ല കുഴിയൊക്കെ ഉണ്ട്. ഒരുപക്ഷെ കുഴിയില് പാമ്പ് തേളൊക്കെ ഉണ്ടായിരിക്കാം. ഏട്ടാ പ്ലീസ് ബാൾ എടുത്തു തരൂ ഏട്ടാ. ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഗ്രൗണ്ടിലേക്ക് പോകാം. പ്ലീസ് ഞങ്ങളുടെ ബാൾ എടുത്തു തരൂ. ആ പാമ്പിനെ കണ്ടതും എല്ലാരും പേടിച്ചു പോയി. പക്ഷെ ആ പാമ്പ് സംസാരിച്ചപ്പോൾ സൂരജ് ആകെ അതിശയിച്ചു പോയി. പേടിക്കരുത്, എനിക്കറിയാം നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചു എന്ന്. ഞാൻ സംസാരിക്കുന്ന പാമ്പാണ്. എന്റെ ഗുഹയിൽ ആരാണ് കൈയിട്ടത്? സൂരജ് വളരെ പേടിയോടെ പറഞ്ഞു. അത് പിന്നെ ഞാനാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നീ എന്നെ നന്നായിട്ട് സഹായിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു പരുക്ക് പറ്റിയിരുന്നു, അത് ശരിയാവാതിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അനങ്ങാനും പറ്റിയിരുന്നില്ല. പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാനും പറ്റിയില്ല. നീ തൊട്ടത് കാരണം കൊണ്ട് അത് പൊട്ടിയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഒരുപാട് സമാധാനമുണ്ട്. നീ കാരണമാണ് എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കിട്ടിയത്. പറയേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സഹായിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നാഗദേവനെ, നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കിട്ടി. അപ്പൊ വേദന എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം. ഞാനും ഒരു വേദന കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം എനിക്ക് കിട്ടിയിട്ടില്ല. നീ പറയ്, എന്നെ കൊണ്ട് നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം തരാൻ പറ്റും. ഇപ്പൊ പറയ്, നിനക്ക് എന്താണ് വേണ്ടത്? നാഗദേവനെ, എന്റെ ഗ്രാമമാണ് തേജ്പൂർ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത്തവണ ഞങ്ങളുടെ ഗ്രാമത്തിൽ നല്ല തണുപ്പാണ്. അതിന് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചുപേര് മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് നല്ല സഹായമാവും. ഞാൻ നിനക്ക് നന്ദി കടംപെട്ടിരിക്കുകയാണ്. നിന്റെ പ്രശ്നത്തിലുള്ള പരിഹാരം ഞാൻ ചെയ്തു തരാം. പിന്നെന്താ, ഒരു സെക്കൻഡ് കൊണ്ട് സൂരജിന്റെയും കുട്ടികളുടെയും മുൻപിൽ ഒരു വലിയ തന്തൂർ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ സൂരജിന്റെ കയ്യിൽ ഒരു മാന്ത്രിക മാച്ചസും വന്നു. ഇതൊരു തന്തൂരാണ്. നിന്റെ കയ്യിലുണ്ടല്ലോ തീപ്പെട്ടി, ഇതുകൊണ്ട് മാത്രമാണ് തന്തൂരിനെ കത്തിക്കാൻ പറ്റുക. ഇതിന് തന്നെ തീ കൊണ്ട് നിന്റെ ഗ്രാമത്തിന് നന്നായിട്ട് ചൂട് കിട്ടും. ഇനി നിങ്ങൾക്ക് കമ്പിളി പോലും ആവശ്യപ്പെടില്ല. എല്ലാം നിങ്ങൾക്ക് നല്ലപോലെ തന്നെ സംഭവിക്കും. എന്റെ ദൈവമേ, ഇത്ര വലിയ തന്തൂരോ! ഇനി നല്ല ജോളിയായിരിക്കും. ഇതിൽ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവർക്കും റൊട്ടി ചെയ്യാം. തന്തൂരിൽ തീ കത്തിച്ചതും ഗ്രാമം മൊത്തം നല്ലൊരു സന്തോഷമുണ്ടായി. അവിടെ തണുപ്പെന്ന വാക്ക് തന്നെ ഇല്ലാതായി. ഗ്രാമത്തിലെ ജനങ്ങൾ സൂരജിനെ ഒരുപാട് പുകഴ്ത്തി. തീർച്ചയായും പുകഴ്ത്തണമല്ലോ. ഇന്ന് അവൻ കാരണമല്ലേ ഗ്രാമം മൊത്തം സന്തോഷമായിരിക്കുന്നത്. ഇവിടെ നോക്കൂ സൂരജ് മോനെ, ഈ തന്തൂര് കാരണം കൊണ്ട് നല്ല ചൂട് കിട്ടുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ആർക്കും തണുപ്പ് വന്നിട്ടില്ല. ഈ തന്തൂര് വളരെ അത്ഭുതമാണ്. ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാ സൂര്യജനിയുടെ കയ്യിലുള്ള മാച്ച് ബോക്സ് മാത്രമാണ് ഇതിനെ കത്തിക്കാൻ പറ്റുക. ഇത് തന്ത്രം തന്നെയല്ലേ? തന്ത്രം തന്നെയാണ് ചേട്ടാ. എനിക്കെന്താ സന്തോഷം എന്ന് വെച്ചാ നമ്മുടെ ഗ്രാമം തണുപ്പിലിരുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഗ്രാമത്തിലെ സേട്ട് ധൻസുഖ്ലാലിന് നല്ല അസൂയ തോന്നി. ഈ സൂരജ് ബിസിനസ് നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ എത്ര കമ്പിളിയാണ് നഗരത്തിൽ നിന്ന് മേടിച്ചിട്ട് വന്നെന്നറിയോ? ഞാനിപ്പോ അതെല്ലാം ഒന്ന് ചേർത്ത് തന്തൂരിൽ കത്തിക്കണമെന്നാ തോന്നുന്നത്. ഈ തന്തൂർ കാരണം എനിക്ക് വലിയ നഷ്ടമായി. ഞാൻ ഇതിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാനും അറിഞ്ഞു ആ സൂരജിന്റെ കയ്യിലുള്ള ആ മാച്ചസ് ഉപയോഗിച്ചാണ് അവൻ ആ തന്തൂര് കത്തിക്കുന്നതത്രേ. നിങ്ങൾ ആ മാച്ചസ് മോഷ്ടിച്ച് അത് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ജനങ്ങൾ വീണ്ടും തണുപ്പത്ത് കഷ്ടപ്പെടും. തണുപ്പിൽ നിന്നും അവർ രക്ഷപ്പെടാനായി നിങ്ങളുടെ അടുത്തല്ലേ കമ്പിളി വാങ്ങിക്കാൻ വരുള്ളൂ. ആ മാച്ച് ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വേഗം പറയേ.
ഗ്രാമത്തിലെ ജനങ്ങൾ അറിയാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മാച്ചസ് മോഷ്ടിക്കണം. ഒരു കാര്യം ചെയ്യൂ, രാത്രി ഇരുട്ടിയതിനു ശേഷം നിങ്ങൾ സമ്പത്ത് റാമിന്റെ വീട്ടിലേക്ക് പോകൂ. ആ മാച്ചസ് എടുത്ത് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അത് നശിപ്പിച്ചു കളയൂ. രാത്രി ആ ഗ്രാമം തന്നെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ സമ്പത്ത് റാമിന്റെ വീട്ടിന് പുറത്ത് ജനലിനരികിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. എന്നെ ക്ഷമിച്ചേക്ക്, എന്നെ ക്ഷമിച്ചേക്ക്. ഈ പാമ്പെന്നെ കൊത്തുന്നു തോന്നുന്നു. തൻസൂർ, നീ എങ്ങനെയാ ഇവിടെ? ഒരു കള്ളനെ പോലെ നീ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? നിന്റെ മായ തന്തൂർകാരനെ കൊണ്ട് ഗ്രാമത്തിലേക്ക് നല്ലത് സംഭവിച്ചു. എന്റെ കച്ചവടം നഷ്ടമായി. എനിക്ക് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാലേ ഞാൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക. അതുകൊണ്ട് നിന്റെ തന്തൂറിന്റെ മാച്ച് ബോക്സിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്നതാണ്. പക്ഷെ ഞാൻ അത് തൊട്ട ഉടൻ തന്നെ അതൊരു പാമ്പായി മാറിക്കളഞ്ഞു. പിന്നെ അവിടെ നോക്ക്, അത് താഴെ വീണ ഉടൻ തന്നെ പിന്നെ മാച്ച് ബോക്സായി മാറിക്കളഞ്ഞു. എന്നെ ക്ഷമിച്ചേക്ക് മോനെ, ഇനി ഞാൻ ഇതുപോലെ ഒന്നും ആവർത്തിക്കില്ല. മുൻപിലുള്ള അവസ്ഥ കണ്ടിട്ട് സൂരജും സമ്പത്ത് റാമും എന്ത് നടന്നിരിക്കുമെന്ന് മനസ്സിലാക്കി. മനുഷ്യന് അത്യാഗ്രഹം കൊണ്ട് കണ്ണുപൊട്ടനാവാണ്. ഇന്ന് നീ അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. നീയും ഈ തേജ്പൂരിൽ ഒരുത്തനാണ്. ഗ്രാമത്തിന്റെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നീ സഹായിച്ചിരിക്കണം. നീ ഇങ്ങനെ അത്യാഗ്രഹം കൊണ്ട് എല്ലാവരും കഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഞാൻ എന്റെ തെറ്റിനെ മനസ്സിലാക്കി. ദയവേത് എന്നെ ക്ഷമിച്ചേക്കൂ.